എന്താ ജീവിതത്തിൽ ഒരു സ്വപ്നം പറഞ്ഞേ? ഒരു സ്വപ്നം പറയും. മിനിയേച്ചർ വെള്ളം വെക്കണ പൂജയുടെ. ഹലോ, കളർ യുവർ ഡ്രീംസിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഒരാളെ കാണിച്ചു തരാം. കണ്ടില്ലേ? നേരം വെളുത്ത് വാ. അപ്പോൾ ഞങ്ങൾ രാത്രി ഇവിടെ കിടന്ന് ഉറങ്ങി. കണ്ടില്ലേ ടെൻറ്റുകൾ? ഇവിടെ എത്തിയപ്പോൾ ഇന്നലെ നൈറ്റായി, അപ്പോൾ ഒന്നും കാണാൻ പറ്റിയിട്ടുണ്ടാവില്ല. നിറയെ ടെൻറ്റുകളുണ്ട്. മഞ്ഞൊക്കെ ചെറുതായിട്ടുണ്ട്. ബ്യൂട്ടിഫുള്ളാണ് രാവിലെ. ഇന്നലെ രാത്രി നിറയെ ആൾക്കാരുണ്ടായിരുന്നു. കുറേ പേരൊന്നും ക്യാമ്പിങ്ങിനായിട്ടല്ല വന്നത്. അവർ ഇവിടെ വന്ന് എൻജോയ് ചെയ്തിട്ട് തിരികെ പോയി. ഇനി ഇവിടെ കുറേ സ്പോട്ടുകളുണ്ട് കേട്ടോ, നമുക്ക് കാണാം. കണ്ടില്ലേ ലേക്ക്? വെറുതെ ലേക്കല്ല കേട്ടോ, അതിനകത്ത് നിറയെ ഫിഷ് ഉണ്ട്. എഴുന്നേക്ക് എഴുന്നേക്ക് എഴുന്നേക്ക്. ബാക്കി ഇതൊക്കെ എടുക്കണ്ടേ? വീഡിയോ ഷൂട്ട് ചെയ്യണ്ടേ? എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല മഞ്ഞുണ്ടായിരുന്നു. ഞാൻ കണ്ടില്ല ഞങ്ങളുടെ ടെന്റ്. പക്ഷെ ഭയങ്കര തണുപ്പ് എന്ന് പറയാനില്ല, മീഡിയം ക്ലൈമറ്റ് ആയിരുന്നു. പക്ഷെ മഞ്ഞിങ്ങനെ വീണുണ്ടായിരുന്നു. ഗുഡ് മോർണിംഗ്. എന്നിട്ട് പറ. എന്താ പറയണ്ടേ? അടിപൊളി അടിപൊളി, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നൈസായിട്ട് കുറേ കാലത്തിന് ശേഷം അങ്ങനെ പുറത്തിറന്ന് ഉറങ്ങണേ. എന്തായാലും സൂപ്പറായി. ഇന്നലെ നക്ഷത്രങ്ങളൊക്കെ അങ്ങനെ മാനത്തോക്കി പുറത്തിറന്ന് ഉറങ്ങിയതാണോ കുളിച്ചതാണോ? മൂക്ക് ചെറുതായിട്ട് അടഞ്ഞിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട്. കുറച്ച് കഴിഞ്ഞാൽ അറിയാൻ പറ്റുന്നു. നല്ല സൂപ്പർ മഞ്ഞുണ്ട് കേട്ടോ. നമ്മൾ രാവിലെ ഇപ്പോൾ 6:30 കഴിഞ്ഞ് എഴുന്നേറ്റപ്പോൾ നല്ല മഞ്ഞുണ്ട്. കണ്ടില്ലേ? അങ്ങോട്ടൊന്നും ഇപ്പോൾ കാണുന്നില്ല. അപ്പോൾ എൻ്റെ തൊട്ടടുത്തൊരു വാഷ്റൂം ഉണ്ട്. കുറച്ച് നടക്കണം പാർക്കിങ്ങിൻ്റെ റൈറ്റ് സൈഡായിട്ട്. അപ്പോൾ നമ്മൾ പോയിട്ട് ഫ്രഷ് ആയിട്ട് വരാം. രാവിലെ നേരം മുഴുക്കുമ്പോൾ തന്നെ ഫോട്ടോ സെഷൻ തുടങ്ങിയിട്ടുണ്ട്. കണ്ട ദുബായില് നീലക്കുറിഞ്ഞി പൂത്തത് കാണിച്ചു തരാം. നീലക്കുറിഞ്ഞൊന്നല്ല കേട്ടാ, ചുമ്മാ പറഞ്ഞാണ്. സംഭവം ഇവിടുത്തെ ക്ലീനിങ് ഒക്കെ കണ്ട. രാവിലെ തന്നെ അവര് വന്ന് അസ്സലാമലൈക്കും ക്യാരേ അവര് വന്നിട്ട് ക്ലീനിങ് ഒക്കെ പക്കായിട്ട് സ്റ്റാർട്ട് ചെയ്ത്. ഇതൊരു ഏരിയ ആണ് കേട്ടോ. അതേപോലെ മറ്റേ ക്യാമ്പ് ഫയറിനൊക്കെ ഉള്ള ഏരിയ. ഇതേപോലെ ഒരു നല്ലൊരു ബ്യൂട്ടിഫുൾ സ്പോട്ടാണ്. ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ടേ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളിവിടെ വന്നപ്പോൾ
വെഡ്ഡിങ് ഫോട്ടോഗ്രാഫി ആയിരുന്നു എൻ്റെ ഉള്ളിൽ. സംഭവം നൈസാണ്. നിങ്ങൾക്ക് ഇതിൽ കൂടെ ഇങ്ങനെ ഇറങ്ങി ഇങ്ങനെ നടന്നിങ്ങനെ പോവാം. അടിപൊളി ഒരു ഏരിയയാണ്. അപ്പോൾ എല്ലാവരും ഒരു ദിവസം ലവ് ലേക്കിലേക്ക് ഇറങ്ങട്ടാ. സംഭവം നൈസ് എക്സ്പീരിയൻസാണ്. ടെൻ്റ് എടുത്തിട്ട് പോരെ, കിടന്നുറങ്ങാം സുഖമായിട്ട്. രാവിലെ എണീച്ചിട്ട് മഞ്ഞൊക്കെ കാണാം. ഇതൊക്കെ ഇടയ്ക്കൊന്ന് ട്രൈ ചെയ്യ്, ഒരു രസം. ലവ് ലേക്കിൻ്റെ ബോർഡ് ഇപ്പോഴാണ് കാണുന്നത്. നേരത്തെ വന്നപ്പോൾ ഫുള്ള് മഞ്ഞായിരുന്നു. നമ്മൾ പല ടൈമിലും ഇവിടെ വന്നിട്ടുണ്ടെങ്കിലും ഈ ഒരു ആംബിയൻസ് ആദ്യമായിട്ടുണ്ട് കിട്ടുന്നത്. ഇത്ര നേരത്തെ നമ്മൾ വന്നിട്ടില്ല. ഇവിടെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ എപ്പോഴും വീണുകൊണ്ടിരിക്കും. അവിടെ ടെട പറഞ്ഞിട്ട് ഒരാൾ വന്നു. ടെട പറഞ്ഞത് കണ്ടില്ല. വേണമെങ്കിൽ ഒന്നുകൂടി ടെട പറഞ്ഞോ, ഞാൻ അറിയാത്ത പോലെ എടുക്കാം. അപ്പോ സംഭവം അടിപൊളി. എവിടെ നോക്കിയാലും ലവിൻ്റെ ഒരു ആംബിയൻസ് എന്താ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഡോറൊക്കെ കണ്ടില്ലേ. പച്ചപ്പന്നല്ലേ. അപ്പൊ നമ്മളത് ആ പല്ല് അപ്പൊക്കെ കഴിഞ്ഞു. ബ്രഷ് ചെയ്തു, നല്ല വൃത്തിയായി അടിപൊളിയായിട്ട് ഫ്രഷ് ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കാം. ഇപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് മഞ്ഞൊക്കെ ഒന്ന് മാറി. ഉമ്മയും പാപ്പയൊക്കെ എണീറ്റിട്ടാ. സമ്മതിക്കും. പാപ്പ എങ്ങനെയായിരുന്നു ഇന്നലെ രാത്രി? കുഴപ്പമൊന്നുമില്ലല്ലോ. ഉമ്മ ചായട്. അടുത്തത് സുലൈമാനി കുടിച്ചിട്ടുള്ള പരിപാടികൾ. ഇനി എവിടെ സുലൈമാനി നേട്ട പുള്ളെന്ന ഓളികളിലൊക്കെ കേൾക്കണ്ട കേട്ടാ. ഏതിനാ അതൊക്കെ എവിടെ എണീറ്റവര്? അത് ഉറങ്ങിക്കോട്ടാ. എവിടെ മറ്റാളെ കാണാനല്ലോ. അവിടെ പോയി മിസ്സിങ് ആണോ? അല്ല അവിടെ ഉണ്ട്. ഉറങ്ങിക്കോ. ചായ സെറ്റാകുമ്പോൾ വിളിക്കാട്ടാ. രാവിലെ തന്നെ സുലൈമാനി പരിപാടിയിലേക്കാണ്. കൂടെ അമീർ കേക്കൊക്കെ കൊടുക്കുന്നുണ്ട്. ഉമ്മ നാട്ടിൽ നിന്ന് വന്നിട്ട് ടൂ മച്ച് സാധനങ്ങളായിരുന്നു. ഇന്നലെ ഫുള്ള് കഴിപ്പ്. സൂര്യൻ ഇതാ ഉദിച്ചിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. നമ്മുടെ സുലൈമാൻ എന്തായി? സുലൈമാൻ റെഡിയാണ്. അമ്മ മറ്റേ പണ്ട് ചായക്കടയിലായിരുന്നു നിന്നിട്ടാ. നൈസായിട്ട് ഫുള്ള് പ്രോ ആയിട്ടാ. എല്ലാം കൂടി എൻ്റെ മേത്തേക്ക് തട്ടിയിട്ടിരുന്നിട്ടാ. അടിപൊളി. രാവിലെ തന്നെ ഒരു നൈസ് സുലൈമാനി കുടിക്കാൻ നല്ല സുഖം കേട്ടാ ഈ മഞ്ഞത്ത്. അമിത അവിടെ ബർഗറിന്റെ പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. വാപ്പയമ്മെല്ലാം ഇങ്ങനെ ഞെട്ടിയിരിക്കുകയാണ് അമ്മയുടെ പെർഫോമൻസ് കണ്ടിട്ട്. ബർഗറിന്റെ മണൊക്കെ വന്നു തുടങ്ങി. അതെ, ഗുഡ് മോർണിംഗ്. ഹലോ ഹായ് ബർഗറിന്റെ മണ്ണടിച്ചിട്ട് ഇതിനെ എണീറ്റിട്ടുണ്ട്. ബർഗറൊക്കെ ഉണ്ട്. വായോ എണീക്ക്. മറ്റേ ടെൻ്റൊക്കെ അടിച്ചിട്ട് രാജസ്ഥാനിലെ കുടുംബാംഗങ്ങളെ എവിടെ ഫുഡ് തരൂ.
വെള്ളപ്പൊക്കത്തിൽ ഞങ്ങളെ വീടെല്ലാം ഒലിച്ചു അപ്പൊ എങ്ങനെയുണ്ട് ബർഗർ? കാണൊക്കെ ഉണ്ട്, നിറഞ്ഞു നിൽക്കതില്ലേ, ഫുൾ ഡെക്കറേഷൻ ആണല്ലോ. എന്നാ പിന്നെ രാവിലത്തെ ആപ്പിൾ വെച്ചേക്കാം. എന്താ അടുത്ത പരിപാടി? ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഡ്രസ്സൊക്കെ മാറി സുന്ദരനായി നമ്മളൊരു പെയിന്റിങ് ചെയ്യാനുള്ള മൂഡിലാണ്. ഓക്കെ, എന്താ പെയിന്റ് ചെയ്യാൻ പോണത്? ലവ് ലേക്ക്. കം ഓൺ. അത് വീടുണ്ടാ? അവിടെ ഇരുന്നോ. ആ പാത്രം എടുത്തില്ലേ? ഫിഷ് കണ്ടോ? അതോ ആ ഫിഷ് ഒക്കെ ഉണ്ടോ? ഇത് കളക്കല്ലേ? വാപ്പായുമായി നടക്കാൻ പോയി. അപ്പോൾ ഞങ്ങൾ ഇതാ ഈ പരിപാടിയായിട്ട് ഇവിടെ ഇരിക്കാന്ന് വിചാരിച്ചു. ഓഡിയൻസ് ഒക്കെ എത്തിയിട്ടുണ്ട്. തലയിൽ ഫുള്ള് മണ്ണ് വരിട്ടുണ്ടല്ലോ. ഇത് ഞങ്ങളുടെ ടെന്റ് അവിടെ. അതോ ഒരു ഹായ് പറയും. ഭയങ്കര ബിസിയാണ്. പേരെന്താ? ആഞ്ചലിന്റെ സ്വപ്നം എന്താ? അതെന്താ പറയാൻ പറ്റാതെ? പറയ്. വാട്ട്സ് യുവർ ഡ്രീം? ആ പറഞ്ഞോ, നിന്റെ ഡ്രീം എന്താ? ഡാൻസർ ആവാൻ. ഡാൻസർ ആവാൻ. അടിപൊളി. അപ്പോ ഡാൻസർ ആവാൻ ഡാൻസ് ഒക്കെ പഠിക്കണ്ടേ? അപ്പോ നിന്റെ ഡ്രീം എല്ലാം അടിപൊളിയായിട്ട് നടക്കട്ടെ. നാട്ടിലെവിടെ? കണ്ണൂര്. മോള് കുറച്ചു നേരം ഒന്ന് വർക്കൊക്കെ നോക്കി. എന്താ ജീവിതത്തിലൊരു സ്വപ്നം പറഞ്ഞേ? ഒരു സ്വപ്നം പറയും. വെള്ളം താങ്ങി നിൽക്കും. അടിപൊളി. അപ്പൊ അതിനുള്ള ശ്രമങ്ങളൊക്കെ തുടങ്ങിയോ? ആ ഒരു സാധനം അവിടെ താഴെ ഇതൊന്ന് പിടിച്ചേ. ഓസ്ട്രേലിയയിലേക്ക് പോകുമ്പോ ചെറിയൊരു സമ്മാനം. എല്ലാവിധ ആഗ്രഹങ്ങളും നടക്കട്ടെ. എന്താ പേര്? സഫേർ ഖാൻ. ചാനലുണ്ടോ? ഞങ്ങള് ജസ്റ്റ് തുടങ്ങിയിട്ടുണ്ട്. കളർ യു ഡ്രീംസ് എന്നാണ് ചാനലിന്റെ പേര്. അപ്പോ നിങ്ങളുടെ സ്വപ്നങ്ങൾ നടക്കട്ടെ. തണുപ്പാണ് ഈ ചൂടത്ത്. അപ്പം നമ്മൾ ആ വഴി ക്രോസ് ചെയ്തിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. റിലാക്സ് ചെയ്തിട്ട് ഇതാണ് നമുക്ക് ഫിഷിനെ കാണാൻ പറ്റുന്ന സ്പോട്ട് അല്ലേ? ഇതിവിടെ വന്ന് ആരും മിസ് ചെയ്യരുത് കേട്ടോ. അവിടെ കാണുന്ന ഫിഷ് അല്ല, ഇവിടെ ഒരു ഡെക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അവര്. കണ്ടില്ലേ? നമുക്ക് ഇവിടെ ഇരുന്നിട്ട് കാലിടാം. ഫിഷിന് പല്ലില്ലാത്ത പറഞ്ഞാൽ കടിക്കില്ലാന്ന് വിചാരിക്കും.
ആണ്. പക്ഷെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് എല്ലായിടത്തും ഫിഷിനെയും ബേർഡ്സിനെയും ഒന്നും ഫീഡ് ചെയ്യരുതെന്ന്. കാരണം അവർക്ക് കൊടുക്കുന്ന ഫുഡ് ഉണ്ടാവും. നമ്മൾ കൊണ്ടുപോലെ ബ്രെഡ് എങ്ങാനും കൊടുത്താൽ അതിനെന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അവരെന്ത് കഷ്ടപ്പെട്ടിട്ടാണ് ഇതിനെ വളർത്തുന്നത് ഇവിടെ. അതെ, അപ്പം നമ്മൾ കണ്ടാസ്വദിച്ചാൽ മതി. ബേബി ഫിഷ് നിറയുണ്ട്, താഴെ കുഞ്ഞു ഫിഷുകളുണ്ട്. അപ്പൊ ഫിഷിനൊക്കെ കണ്ടില്ലേ? അപ്പൊ ലവ് ലേക്കിൽ വന്ന ഈ സ്പോട്ട് മിസ്സാക്കണ്ടാ. സംഭവം കളറാ, അടിപൊളിയാ. അപ്പോൾ ലവ് ലേക്കിലെ വീഡിയോസ് എല്ലാം നമ്മൾ പതുക്കെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പം ഇനി അടുത്തത് നമ്മൾ പോണത് അമിത് തന്നെ കണ്ടുപിടിച്ചൊരു ഷോപ്പുണ്ട് ഇവിടെ. സംഭവം കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ വഴി തെറ്റിയിട്ട് പോയതാ. അപ്പോൾ അവിടെ കുറേ ആൻറ്റിക് സാധനങ്ങളുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് അതിൻ്റെ വിശേഷങ്ങളൊന്നും കാണിച്ചു തന്നിട്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, നമ്മൾ ലവിലേക്ക് ഇറങ്ങി നേരെ ലെഫ്റ്റ് പിടിച്ച് പോണം കേട്ടോ, റൈറ്റ് പിടിക്കരുത്. സംഭവം ഒരു കുറച്ച് ഏരിയ ഉള്ളൂ, പക്ഷെ ഇവിടെ നല്ല രസമുള്ള ഫോർട്ടുകളും സംഭവങ്ങളൊക്കെ ഉണ്ട്. രസമുണ്ടല്ലോ ഇത്. അമ്മി കണ്ടുപിടിച്ച സ്ഥലമുണ്ടത്. വഴി തെറ്റിയാൽ നമ്മളിങ്ങനെ കാര്യം കാണാത്ത സ്ഥലങ്ങളൊക്കെ കണ്ടുപിടിക്കും. അത് ചൂലെന്നുണ്ട്. എടുത്തോ ഒരെണ്ണം ഭംഗിക്ക്. പനയുടെ ഇതാണെന്ന് അടിപൊളി ബാഗൊക്കെ വന്നിട്ടുണ്ട്, മിലിറ്ററി സാധനങ്ങൾ ഉണ്ടോ, ക്യാമ്പിങ്ങിന്റെ. അടിപൊളി അല്ലേ? ഇതെല്ലാം അവര് പണ്ടത്തെ ഐറ്റംസ് ആണല്ലേ. ഇത് അവര് ഡാൻസ് ചെയ്യാൻ യൂസ് ചെയ്യാൻ. ആ കളിക്ക് കളറാക്ക്. അപ്പൊ ഈ സ്ഥലത്തിന്റെ ലൊക്കേഷനൊക്കെ നമ്മള് ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട് കേട്ടോ, നിങ്ങക്ക് വരാം. കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ, ക്യാമ്പിങ്ങിന് കുറേ ഐറ്റംസ് ഉണ്ട്. പിന്നെ സെറ്റികളുണ്ട്, പിന്നെ അവരുടെ മജ്ലിസിൻ്റെ ഐറ്റംസ് ഉണ്ട്. പാത്രങ്ങളും ഉണ്ട്, അറബിക് പാത്രങ്ങൾ. ഇക്ക എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട്. സ്ലീപ്പിംഗ് ബാഗ്, ജാക്കറ്റ്സ്,
ഇതിനെന്താ? This is for sale? Yes, it is, but actually that one, the stick is missing. ഓ നല്ല രസമല്ലേ? മറ്റേ മിനിയേച്ചർ വെള്ളം വെക്കണ പൂജയുടെ ചോദിച്ചൊക്കെ എത്ര ഇതെടുക്കണോ? അതെടുക്കണം. വലുത് വേണ്ട, അത് ഫാനായിട്ട് വരണ്ട്. انت بس تيجي وتحطين المصاري بايدي لانه كل يوم تيجي سيارات لقطات على النت والناس കൊടുക്ക്. فما فيني صراحه انا راح اشتري تفرق. This also. How much? اوكي برو this is 10. അപ്പോൾ നമ്മൾ സാധനമൊക്കെ വാങ്ങിച്ചു. അപ്പോൾ നമ്മളിതാ 1-2 സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടിയെല്ലാം നിർത്തി ഇറങ്ങാൻ പോവാണ്. അപ്പോൾ ചാനലെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. സംഭവം അങ്ങനെ കളറാക്കുക, അടിപൊളി. ഓക്കെ, അപ്പോൾ ഡ്രീം ബിഗ് ആൻഡ് ലെറ്റ്സ് കളർ യുവർ ഡ്രീംസ്. Bye.